ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാലേ ഈ വൈകിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയില്ലെങ്കിൽ വല്ലാത്തൊരു സമാധാനക്കേടാ. പക്ഷെ എന്റെ സ്കൂട്ടി അങ്ങ് തൃശ്ശൂർ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അനിയനെ സോപ്പിടാതെ വേറെ വഴിയില്ല. അവൻ ജിമ്മിൽ പോയിട്ട് വന്നപ്പോ രാത്രി 10 മണിയായെങ്കിൽ ഞാൻ നൈസായിട്ട് കൺവിൻസ് ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങി. കുഞ്ഞിലേക്ക് ഞാനും അവനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാൽ അടി വെക്കുമായിരുന്നേ. പക്ഷെ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ കറങ്ങാൻ പോകുന്നതും എന്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതും ഒക്കെ അവനുമായിട്ടാ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് അൽറീമിലേക്ക് പോയി. പക്ഷെ അവിടെ അൽഫാം മന്തി ഇല്ലായിരുന്നു. അൽഫാം ഇല്ലാതെ എന്ത് മന്തിയല്ലേ. അപ്പൊ നമ്മൾ നേരെ കുബാബയിലേക്ക് വന്നു. അവിടെ നമ്മളൊരു കോട്ട അൽഫാം മന്തിയും പിന്നെ ഒരു കോട്ട വേറൊരു ടൈപ്പ് അൽഫാം മന്തിയാണ്. അതിന്റെ പേര് സത്യമായിട്ടും ഞാൻ മറന്നുപോയി. അതൊരു ക്രീമി ആൻഡ് സ്പൈസി ടൈപ്പ് ഓഫ് മന്തിയായിരുന്നേ. പിന്നെ നമ്മൾ അവിടുത്തെ ബട്ടർ പുഡിങ്ങും മേടിച്ച് കഴിച്ചു. അതും അടിപൊളിയായിരുന്നു. ശരിക്കും ഞാൻ ആലപ്പുഴക്കാരി ആണെങ്കിൽ പോലും കുബാബയിൽ ഫസ്റ്റ് ടൈമാണ് മന്തി കഴിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ്. അത് കഴിഞ്ഞ് നമ്മൾ ജെഡ് ലോഞ്ചിലേക്ക് വന്നു, നമ്മുടെ സ്വന്തം ബീച്ചിലേക്ക്. ഇപ്പോൾ സമയം രാത്രി ഒരു 11:30 കഴിഞ്ഞെങ്കിൽ പോലും ബീച്ചിൽ അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു. വീക്കെൻഡ് അല്ലായിരുന്നിട്ട് പോലും അത്യാവശ്യം കടകളൊക്കെ ഓപ്പൺ ആയിരുന്നു. ആൻഡ് ഇപ്പോൾ ഞങ്ങളുടെ മെയിൻ ചില്ലിംഗ് സ്പോട്ടും ഇവിടെ തന്നെയാണ്. ഒരു കാര്യമില്ലെങ്കിലും വെറുതെ അങ്ങ് വന്നിരിക്കും. പിന്നെ നമ്മൾ ബ്രൂക്കിൽ നിന്ന് പിസ്താഷ്യോ, ന്യൂട്ടല്ല, കുനാഫ ടബ് മേടിച്ച് അത് കഴിക്കാൻ പോയി. ഇത് ഞാൻ ഓൾറെഡി തൃശ്ശൂർ സൈൻ ലബാനിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ അടിപൊളിയായിരുന്നു. 270 ആയിരുന്നു ഇതിന്റെ പ്രൈസ്. ഞങ്ങൾ 2 ആൾ ശ്രമിച്ചിട്ട് പോലും ഇതിന്റെ പകുതി പോലും അപ്പം തിന്നു തീർക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ അതുമായിട്ട് നേരെ വീട്ടിൽ വന്നു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ കഴിക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ കറക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നു. ഓക്കെ, ബൈ.